നമുക്കൊരു അതിഥിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഷോൺ ജോർജാണ് രാവിലെ നമുക്കൊപ്പം ഈ വാർത്താ പ്രഭാതത്തിൽ യാത്രയ്ക്ക് ചേരുന്നത്. ഷോൺ, വെരി ഗുഡ് മോർണിംഗ്. ചായയൊക്കെ കുടിച്ചു എന്ന് കരുതുന്നു. കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പരിപാടിക്ക് ചേരുന്ന ഒരു പരിപാടി വേണമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഷോൺ, ഒരു കാര്യം, BJPയുടെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്കൊക്കെ താങ്കളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു വലിയ കരക്കമ്പി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ രാജീവ് ചന്ദ്രശേഖരോട് ഒരു ചോദിച്ചു. അദ്ദേഹം അതിന് എനിക്ക് വ്യക്തമായ ഉത്തരം തന്നില്ല, പക്ഷേ ചില സൂചനകളൊക്കെ നൽകി. മാത്രമാണ് അത് കരക്കമ്പി മാത്രമാണ്. കാരണം ഈ പാർട്ടിയുടെ തീരുമാനം എടുക്കുന്ന അറിയാലോ. ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന്റെ തീരുമാനം 5 മിനിറ്റ് മുമ്പ് പോലും രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം പ്രസിഡന്റ് ആവുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഈ പാർട്ടിയുടെ തീരുമാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഓരോ സമയത്ത് ഉചിതമായ, ഇവിടെ ഒരു 8 തവണയെങ്കിലും കേരള സംസ്ഥാനത്ത് ഭാരവാഹികളെ, സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ചും സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചും കേന്ദ്ര സംഘം 8 തവണയെങ്കിലും ഇവിടുന്ന് അഭിപ്രായ സ്വരൂപണം നടത്തിയിട്ടുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അമിത്ഷാജിയും അതുപോലെ നഡ്ഡാജിയും ഉൾപ്പെടുന്ന ഒരു കോർ ടീമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം ഡൽഹിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവിടുന്ന് സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിൽ ഇതിനെ സംബന്ധിച്ചൊരു സർവേയും അഭിപ്രായ സ്വരൂപണം നടത്താറുണ്ട്. ഓക്കെ ഷോൺ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഷോണാണല്ലോ SFIOയിലെ അന്വേഷണത്തിൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന് പറയുന്നത്. അന്വേഷണം തുടങ്ങുന്നത് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പേരിൽ കമ്പനി ഈ കാര്യമന്ത്രാലയമാണ് അതിൽ അന്വേഷണം ആദ്യം തുടങ്ങുന്നതെങ്കിലും SFIO അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നത് ഷോൺ ജോർജാണ്. ആ അന്വേഷണം പിന്നീട് പല കോടതികളിലും തടയാനായിട്ട് CMRL ശ്രമിക്കുന്നു, എക്സാലോജിക്ക് ശ്രമിക്കുന്നു. ഒടുവിൽ ഡൽഹി ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യില്ല എന്ന ഇന്നലത്തെ വിധി കൂടിയാണ് അതിന് കൂടുതൽ വേഗം വയ്ക്കുന്നത്. അപ്പോൾ തന്നെ കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി നൽകുന്നു. പക്ഷേ ഈ കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് CPMന്റെ തീരുമാനം. ഇന്നിപ്പോൾ രാവിലെ P. രാജീവ് പറഞ്ഞത് 3 അഴിമതി കോടതികൾ തള്ളിയ, ഹൈക്കോടതി തള്ളിയിരിക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ SFIO ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടി ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോവുകയാണ്. ആ പ്രതിരോധം നിൽക്കാൻ സാധ്യതയുണ്ടോ ഷോൺ? ആദ്യമായി തന്നെ എൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പറയട്ടെ. രാഷ്ട്രീയം പറയുന്നതിന് മുമ്പ്, 1 തിരുവനന്തപുരം വിജിലൻസ് കോടതി, 2 മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും അതിനുശേഷം അതിൻ്റെ അപ്പീൽ എന്ന നിലയിൽ കേരള ഹൈക്കോടതിയും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളുകയുണ്ടായി. യാഥാർത്ഥ്യമാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ പരിഗണിക്കപ്പെട്ട വിഷയവും SFIയുടെ അന്വേഷണ വിഷയവും രണ്ടാണ്. SFIയുടെ അന്വേഷണ വിഷയം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഫ്രോഡിനെ സംബന്ധിച്ചാണ് SFIയുടെ അന്വേഷണ പരിധി വന്നിട്ടുണ്ടായിരുന്നത്. CMRL അതെ കോർപ്പറേറ്റ് ഫ്രോഡ്, സാമ്പത്തിക വഞ്ചന. അതായത് ഇപ്പോൾ CMRLന്റെ ഓഹരി ഉടമ, ഇപ്പോൾ അരുൺ CMRLന്റെ ഒരു ഓഹരി ഉടമയാണെങ്കിൽ ഇവർ പറ്റിച്ചെടുത്ത 182 കോടി രൂപ എനിക്കും കൂടെ അർഹപ്പെട്ട, അല്ലെങ്കിൽ അരുണും കൂടെ അർഹതപ്പെട്ടതാണ്. ഇച്ചിരി മനസ്സിലാകാനുള്ള എളുപ്പത്തിൽ പറഞ്ഞതാണ്. ഞാൻ 3 ഷെയർ എടുത്തിട്ടുണ്ട്. എനിക്ക് 3 ഷെയർ ഉണ്ട് CMRLന്റെ. അങ്ങനെ എനിക്ക് അതിനകത്ത് കൃത്യമായി ഇവർ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന 182 കോടി രൂപയിൽ 1 രൂപയുടെ വിഹിതമെങ്കിലും എനിക്ക് വരേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അവരെ എല്ലാം വഞ്ചിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായി, ഈ വിഷയത്തെ ഏറ്റവും പ്രസക്തമാക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥയിലുള്ള KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ഈ വിഷയത്തിൽ, ഈ കമ്പനിയിൽ 13.4% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ കണ്ടെത്തിയ 182 കോടി രൂപ വച്ച് സംസ്ഥാന സർക്കാരിന് 25 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 25 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിനുണ്ടാക്കിയ ഒരു വലിയ തിരിമറിയിൽ മുഖ്യമന്ത്രിയുടെ മകളും പ്രതിയാണ്. അതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞ, അല്ലെങ്കിൽ CPMന്റെ നേതാക്കൾ, ഇന്നലെ ബാലൻ സഖാവൊക്കെ അത്യാവശ്യം ഈ നിയമപരിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ബാലൻ സഖാവ്. അദ്ദേഹമൊക്കെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഒരു വിജിലൻസ് കോടതിയുടെ പരിഗണനയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് ഓർഡറുകൾ വഴി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിസഭാ തീരുമാനം വഴി ഒരു വ്യക്തിക്ക് ഫേവർ ചെയ്ത് കൊടുത്താൽ അത് ശരിയാണ്. പക്ഷേ ഇവിടെ അത്തരമൊരു ഒരു ഡോക്യുമെൻറ്റും ഹാജരാക്കാൻ ഒരിക്കലും ഈ വിജിലൻസ് കോടതിയുടെ പരാതിക്കാർക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, അവർ കാണിച്ചതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വിജിലൻസ് കോടതി ഉത്തരവ് അല്ലെങ്കിൽ അന്വേഷണ ഉത്തരവിട്ടാൽ തന്നെ ആരാണ് അന്വേഷിക്കുന്നത്? വിജിലൻസ് അല്ല അന്വേഷിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചാൽ അത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം നടത്തുന്നത് ഒരു തമാശയായി മാത്രമേ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കേസുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ P. രാജീവിനും അല്ലെങ്കിൽ AK ബാലൻ സഖാവിനും ഒക്കെ
ഇത്തരത്തിലുള്ളൊരു ന്യായീകരണം പറയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമേ ആ അതായത് അതിൽ കേസിൽ വ്യക്തമാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, വിജിലൻസ് കോടതി അന്വേഷിച്ചത് അതിലെ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. SFI അന്വേഷിക്കുന്നത് കോർപ്പറേറ്റ് സാമ്പത്തിക വഞ്ചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൽ പരിശോധിക്കുന്നത്. അതിൽ ഓഹരി ഉടമയായ ഷോൺ ജോർജിനൊരു പരാതിയുണ്ട്. അതിൽ നമ്മൾ കേട്ടത് ഇപ്പോൾ കോടതിയിലടക്കം CMRL ഉന്നയിച്ചൊരു ആരോപണം, ഒരു ഡയറക്ടർമാർക്കും പരാതിയില്ലാത്ത, കമ്പനിയിലെ ആർക്കും പരാതിയില്ലാത്തൊരു കേസിൽ എങ്ങനെയാണ് SFIO കേസെടുക്കുക എന്നതായിരുന്നു. പക്ഷേ ഒരു ഓഹരി ഉടമയ്ക്ക് വേണമെങ്കിൽ SFI അന്വേഷണം ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും ഞാനൊരു ഓഹരി ഉടമയാണ്, മാത്രമല്ല ഞാനൊരു മലയാളിയാണ്. ഒരു മലയാളിയായ എനിക്ക് എൻ്റെ എനിക്ക് കൂടെ അവകാശപ്പെട്ട, എൻ്റെ സംസ്ഥാനത്തിന് അവകാശമുള്ള, എൻ്റെ സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥയിലുള്ള KSIDCക്ക് 13.4% ഷെയറുള്ള ഒരു കമ്പനിയിൽ ഇത്തരത്തിലൊരു തിരിമാറി നടന്നപ്പോൾ എൻ്റെ സംസ്ഥാനത്തിന് ഞാനൊരു പൗരനായി എൻ്റെ സംസ്ഥാനത്തെ സർക്കാരിന് 25 കോടി രൂപയുടെ നഷ്ടമുണ്ടായപ്പോൾ അതെനിക്കും ആവശ്യപ്പെടാം. അത് ഇത് KSIDCയുടെ MD ആവട്ടെ ഇങ്ങനെയൊരു നഷ്ടം അറിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു കാര്യം, അല്ലേ ഷോൺ? അതായത് ഇങ്ങനൊരു നഷ്ടം ഔദ്യോഗികമായി കമ്പനി, അതായത് CMRL കമ്പനി ഞങ്ങൾ ഇങ്ങനെ ഒരു തിരിമറി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിഴയും അടച്ചു. എന്നിട്ടും കേരള സർക്കാർ അറിഞ്ഞിട്ടില്ലെന്നുണ്ട്, അറിയുകയും ചെയ്തു, ഒരു നോട്ടീസ് അയച്ചു. നമ്മുടെ കേസൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് എന്നാ അയച്ചെന്നുള്ളതോ അതിൻ്റെ കോപ്പി അറിയത്തില്ല. കോടതി ഹാജരാക്കിയ ഡോക്യുമെൻറ്റിൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നഷ്ടം വന്നിട്ടുണ്ട്, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞതല്ലാതെ ഈ നിമിഷം വരെയും ഈ പണം തിരികെ പിടിക്കുവാൻ ഏതെങ്കിലും നിയമ നടപടി ഈ നിമിഷം വരെയും സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി എത്ര വലിയ അഴിമതിക്കാരനാണെന്നും അദ്ദേഹം ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ ക്രമക്കേടുകൾ മുഴുവൻ നടന്നതെന്ന് നമുക്ക് ബോധ്യമാകുന്നു. ഷോൺ, അതിൽ ഒരു സംശയം കൂടിയുള്ളത്, നിലവിൽ പറയുന്നൊരു ആർഗ്യുമെൻറ്റ്, ഈ കേസ് ഏകപക്ഷീയമായ രീതിയിൽ വീണയും അതേപോലെ എക്സാലോജിക്കിനെയും മാത്രം പ്രതി ചേർത്തുകൊണ്ട്, നമ്മൾ ആ മെമ്മോ ഞാൻ ഇന്നലെ കണ്ടു. മെമ്മോയിൽ 3 പ്രധാനപ്പെട്ട ഫൈൻഡിങ്ങിൽ മറ്റ് കമ്പനികളെ കൂടി 6-7 കമ്പനികളെ കൂടി അതിനകത്ത് പ്രതി ചേർത്തിട്ടുണ്ട്, CMRL കൂടാതെ. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 90 കോടിയോളം രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തതിനെക്കുറിച്ച് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് SFIO അന്വേഷിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മൻചാണ്ടിക്കെതിരെയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഇബ്രാഹിം കുഞ്ഞിനെതിരെയും ഈ കേസ് പോകേണ്ടതല്ലേ എന്നുള്ളതാണ് ഉയർത്തുന്ന മറ്റൊരു പ്രതിരോധം. ഷോൺ, ഇവർക്കെതിരെ മാത്രമല്ല, ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾ ഈ അധികാര ദുർവിനിയോഗത്തിലൊന്നും പെടുകയല്ല. അതുപോലെ സാമുദായിക സ്ഥാപനങ്ങൾ, സമുദായ നേതാക്കന്മാർ, അങ്ങനെ നിരവധി ലിസ്റ്റുണ്ട് അതിനകത്ത്. ആ ലിസ്റ്റ് പ്രകാരം മുഴുവൻ പേർക്കെതിരെ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ SFIയെ സംബന്ധിച്ചിടത്തോളം അവർ കോർപ്പറേറ്റ് ഫ്രോഡാണ് അന്വേഷിച്ചത്. സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ള കുറ്റപത്രം എന്ന് പറയാം, കംപ്ലൈൻറ്റ്, ആ കുറ്റപത്രമാണ് ഇന്നലെ സമർപ്പിച്ചത്. ആ സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണ ഏജൻസികൾ കടന്നു വരണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും സ്വാഭാവികമായും ഈ കേസിൽ തുടരന്വേഷണത്തിന് ആവശ്യമായി വരും. ഓക്കെ, അപ്പോൾ ഷോൺ, ഈ നേതാക്കളിലേക്ക് അന്വേഷണം പോകണം എന്നൊരു നിലപാട് ഷോണിന് ഇപ്പോഴുണ്ടോ? 100%. എല്ലാവരും, അത് ആരൊക്കെയുണ്ടോ, എവിടെയൊക്കെയുണ്ടോ, ഏതൊക്കെ പാർട്ടിയിലുണ്ടോ അവർക്കെല്ലാം എതിരെ നടപടി ഉണ്ടാവില്ല. പിന്നെ ഞാനിത് ഒരു വെറും രാഷ്ട്രീയമായി മാത്രം ഇറങ്ങിയതല്ല. ഇത് നമ്മളിവിടുന്ന് നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്ത് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നു. ആ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവിടെ ശമ്പളം കൊടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ വരുമാനം എന്ന് പറയുന്ന എണ്ണയാണ്, പെട്രോളാണ്. ആ പെട്രോളിനേക്കാൾ വരുമാനമുള്ള, അതിനേക്കാൾ സമ്പത്ത് എന്ന് പറയുന്ന നമ്മുടെ കേരള തീരത്ത് കിടക്കുന്ന ഈ ധാതുമണലുണ്ട്. അറ്റോമിക് മിനറൽസായ തോറിയം ഉൾപ്പെടെ ഇവിടെ അതിൻ്റെ കൃത്യമായ ഇലുമിനേറ്റിനകത്ത് കൃത്യമായ തോറിയത്തിൻ്റെ 4% തോറിയം, അതായത് എനിക്ക് തോന്നുന്നൊരു ഒരു M³ അല്ലെങ്കിൽ ഇതിന് 4.5 കോടി രൂപ ഒരു കിലോയ്ക്ക് വിലയുള്ള തോറിയം ഉൾപ്പെടെ, അതായത് ആറ്റം ബോംബ് ഉൾപ്പെടെ നിർമ്മിക്കാൻ കഴിയുന്ന, മിസൈൽ സാങ്കേതിക വിദ്യയിൽ സഹായിക്കാൻ കഴിയുന്ന മെറ്റീരിയൽ കേരള തീരത്ത് സുലഭമാണ്. ഇതൊക്കെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവിടെ കൊള്ളയപ്പെടുകയാണ്. അത് ഏറ്റവും രസകരമായ കാര്യം, ഞാനും നിങ്ങളും സംസാരിക്കുന്ന ഈ നിമിഷവും ഇതിന് തടയിടാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ്? 2019 പ്രളയത്തിന് ശേഷം ആ പ്രളയത്തിൻ്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ മണലടിഞ്ഞ് കയറിയാൽ കുട്ടനാട്ടിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞ്
ഒരു ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ടൊരു ഓർഡർ ഇറക്കി, നിസ്സാരമായ ഒരു ഓർഡർ ഇറക്കിയാണ് കഴിഞ്ഞ 5 വർഷമായും തോട്ടപ്പള്ളിയിൽ ഈ കൊള്ള നടക്കുന്നത്. നിങ്ങളൊന്ന് പോകണം. ആ തോട്ടപ്പള്ളിയിൽ ഇപ്പോഴും ഒരു സമരപന്തലുണ്ട്. ആരും, ഒരു മാധ്യമങ്ങളും ഒരു രാഷ്ട്രീയക്കാരും ആരും മൈൻഡ് ചെയ്യാത്ത അവർക്കൊക്കെ അത് കൊടുക്കുന്നത് IREL-നാണ് അല്ലേ? അല്ല, ഏറ്റവും രസകരമായ കാര്യം ഈ ഇലുമിനേറ്റിൻ്റെ ഇമ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതെ, IREL-നും KMML-നും പോകുന്ന ഈ സാധനത്തിൻ്റെ ഏറ്റവും വലിയ പർച്ചേസർ എന്ന് പറയുന്നത് CMR-ലാണ്. മാത്രമല്ല അവിടെ ചെന്ന് നിങ്ങൾ ഈ ക്യാമറ ഒന്നും ഇല്ലാതെ ചെന്ന് അവിടെ ഒന്ന് നിൽക്കണം. വലത്തോട്ട് പോയാൽ KMML-ലേക്ക് അല്ല IREL-ലേക്ക്, ഇടത്തോട്ട് പോയാൽ CMR-ലേക്ക്. ഒരു ദിവസം 500 ലോഡ് ടോറസൊക്കെ അവിടെ നിന്ന് സാധനം എടുക്കാറുണ്ട്. എങ്ങോട്ടാണ് ഈ സാധനം പോകുന്നതെന്ന് അവിടെ ഒരു കയ്യും കണക്കുമില്ല. അവിടെ ഇറിഗേഷൻ വകുപ്പിനോ അല്ലെങ്കിൽ ഒരു ഇറിഗേഷൻ വകുപ്പാണ് അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നത്, വേറെ ആരുമില്ല. ഈ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന മൈനുകളാണ് അവിടുത്തെ കുഴിച്ചെടുക്കുന്നത്. അവിടെ ഒരു തീരുമാനം ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. സ്ഥാപനമായ IREL ആണല്ലോ CMR-ൽ നേരിട്ട് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമല്ല. IREL-ന് മണൽ കൊടുക്കുന്നു, ഒരു പൊതുമേഖലാ സ്ഥാപനം കൊടുക്കുന്നു. അപ്പോൾ ആ IREL-ലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ ഗൂഢാലോചനയിൽ? KMML-ഉം IREL-ഉം 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ അവർക്ക് ലഭിക്കുന്ന റോ മെറ്റീരിയൽ അവർ പ്രോസസ്സ് ചെയ്ത് പുറത്ത് ആർക്കും വിൽക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന കർത്ത എന്നുള്ളത്. പക്ഷേ ഇവർക്ക് പോകുന്നതിനൊപ്പം തന്നെ CMR-ലേക്ക് മോഷ്ടിക്കപ്പെടുന്നുണ്ട് ഈ സാധനം. തോട്ടപ്പള്ളിയിൽ ചെന്ന് അവിടെ ചില ചായക്കട ഭാഗത്തേക്കും അടുപ്പിക്കുന്നില്ല. മാത്രമല്ല അവിടെ ചില ദുരൂഹമായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അല്ല, പ്രത്യേകിച്ച് താങ്കളെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ, സമൂഹം അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. താങ്കളൊന്ന് നേരിട്ട് അവിടെ ചെല്ലണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോകണം, അവിടെ നടന്നിട്ടുള്ള കൊള്ള കാണണമെന്ന്. അതെ, നമ്മൾ ഒരിക്കൽ കരിമണലിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ പലപ്പോഴും ഒരു ഘട്ടം എത്തുമ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാൻ, ആ മാധ്യമ സ്ഥാപനത്തിൽ ഒരു പൈസ പോലും കൊല്ലത്തിനടുത്തുള്ള ആലപ്പാട് പഞ്ചായത്ത് അറിയാലോ? ആലപ്പാട് പഞ്ചായത്ത് അതെ അറിയാം. ആലപ്പാട് എങ്ങനെയാണ് കളവെടുക്കുന്നതും എങ്ങനെയാണ് പോകുന്നതും വളരെ കൃത്യമായി നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആലപ്പാട് 900 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഇന്ന് 80 സ്ക്വയർ കിലോമീറ്റർ ഉള്ള കടലെടുത്തത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൊടുത്തിരുന്നതാണ്. അപ്പൊ താങ്ക് യു ഷോൺ. ഒരു വാർഡില് ഇപ്പോൾ ഒരു 53 വീടുകളും. അതെ, പോരാട്ടങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് ആ വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ആര് ഇതിനകത്ത് അഴിമതി കാണിച്ചിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരണം. ഏതെങ്കിലും സാമ്പത്തിക വഞ്ചനയുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരണം. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്ക് യു ഷോൺ. കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും BJP-യുടെ പുനഃസംഘടനയിൽ, അതായത് സംഘടനാ ക്രമീകരണങ്ങളൊക്കെ വരുമ്പോൾ താങ്കൾക്കും അർഹിക്കുന്ന ഒരു പരിഗണന ഉണ്ടാവും എന്ന് ഞങ്ങളെല്ലാവരും കരുതുന്നു. തീർച്ചയായിട്ടും താങ്കളെ പോലുള്ളവരൊക്കെ BJP-യുടെ ഭാഗമാകും എന്ന് തന്നെയാണ് BJP തീരുമാനിക്കുന്നത്. അതെ, പദവികളിലേക്ക് എത്തും എന്നുള്ളതാണ്. താങ്ക് യു ഷോൺ. താങ്ക്